ഭരണം മാറി 1-2 മാസമായി, ഒന്നര മാസമായി ഇല്ലയോ? ഒരു മാസം കംപ്ലീറ്റ് സർക്കാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് വരുന്ന 1.5 മാസം വേണമെങ്കിൽ പറയാം, രണ്ടാഴ്ച പോയിരുന്നല്ലോ. പക്ഷേ പിണറായി വിജയൻ മാറിയെന്ന് ഇപ്പോഴും CPM-ലെ ചില ആൾക്കാർക്ക് ഓർമ്മയില്ല. എന്തിന് മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന പലരും ഇപ്പോഴും മന്ത്രിയാണെന്നുള്ളതും ഞങ്ങളുടെ മന്ത്രിസഭ ഇടതുപക്ഷ മന്ത്രിസഭ ഉണ്ടെന്നൊക്കെ വിശ്വാസത്തിലാണ് പോസ്റ്റ് ഇടാറുള്ളത്. അവർക്ക് അങ്ങോട്ട്. പിന്നെ വേറൊരു പ്രശ്നം, നമ്മൾ ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുന്നത് നമ്മളാണ്. അതെ, നമുക്കിപ്പോഴും പല വാർത്തകളിലും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയൊക്കെയാണ്. കാരണം 10 വർഷം അടുപ്പിച്ച് ഭരിച്ചത് കാരണം ഈ പിണറായി വിജയൻ്റെ എവിടെ നമ്മൾ എഴുതിയാലും പിണറായി വിജയനെ നമ്മൾ മുഖ്യമന്ത്രി എന്ന് എഴുതി പോവാണ്. അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മൾ ഈ അങ്ങനെ എഴുതി ശീലിച്ചുകൊണ്ട് അങ്ങനെ എഴുതി. എന്നാൽ അത് നമ്മളുടെ ഈ മനസ്സിൽ ഇത് പതിഞ്ഞു കിടക്കുന്നതാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യം നമുക്കറിയാം, പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ല എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ CPM-ലെ ചില സഖാക്കൾക്ക് അങ്ങനെയല്ല. അവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല. അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ നാട്ടുകാരോട് ഇടപെടുന്നുണ്ട്. അത് പലരും അത് മറന്നിട്ടാണ് പെരുമാറുന്നത്. ഇപ്പോഴേ ഞങ്ങൾ പഴയ രീതിയിൽ പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ ആളെ പിടിച്ച് വിരട്ടുന്നു, ഞാനാണ് മറ്റേ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്, അപ്പോൾ പറഞ്ഞതനുസരിച്ചുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്നാണ്. കാരണം ഇവർ പലരും അവരെ ഈ മൈൻഡ് സെറ്റും അങ്ങോട്ട് മാറുന്നില്ല. മനസ്സിലവിടെ 10 വർഷം സുഖിച്ചതിൻ്റെ ഭരണം നടത്തിയതിൻ്റെ അധികാരം കാണിച്ചതിൻ്റെ ആളെ പിടിച്ച് വിരട്ടിയതിൻ്റെ ഒക്കെ ഓർമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, കഴിഞ്ഞ മെയ് 30-ന് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ AKG സെൻറ്ററിലെ ഡ്രൈവർ അനൂപ്, PK അനൂപ്, ഈ അനൂപിന് പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി ഉണ്ടായിരുന്നു. വലിയ വാർത്ത മാത്രമല്ല, പിണറായി വിജയൻ്റെ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചു. ഭരണം മാറിയ പിന്നാലെ ഇവന്മാർ ഇടി കൊടുത്തു. ഭരണം മാറിയ പിന്നെ UDF-ൻ്റെ ഈ എന്താ പറയുന്നത് വഴിവിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെയൊക്കെ സംഭാഷണം. അതായത് വന്ദേഭാരത് ട്രെയിനിൽ പിണറായി വിജയനെ കയറ്റി വിട്ടിട്ട് പോകാൻ വന്ന സമയത്ത് വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു. നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിരുന്നു. പഴയ ഓർമ്മയിലായിരുന്നു. കാരണം AK സെൻറ്ററിൻ്റെ മറ്റേ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണെന്ന രീതിയിൽ പഴയ ഓർമ്മയിൽ കൊണ്ടുവന്ന് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ റെയിൽവേ പോലീസിൽ ശരത്ത് എന്ന് പറയുന്ന പോലീസുകാരൻ ഇയാളെ മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. വലിയ വിവാദമായി. കാരണം മുൻ മുഖ്യമന്ത്രി അങ്ങേര് കസേരയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ, അതിനു മുമ്പ് അങ്ങേരെ വാഹനത്തിന് നേരെ ഇടിച്ചോ. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് ഡ്രൈവറുടെ ധാർഷ്ട്യമാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം. ഞാൻ AKG സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരള മഹാരാജ്യത്തിലെ രാജകൊട്ടാര അന്തപ്പുരമാണ് AKG സെൻറ്റർ. ഇയാൾ കണ്ണൂരുകാർ അന്തം കമ്മിയായിരിക്കാണ് ഈ തിരുവനന്തപുരത്തോട്ടുള്ള ഇത്രയും മണ്ടത്തനം വിളിച്ചു പറയില്ല. ഈ അന്തപ്പുരത്തിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെ സാരഥിക്ക് ഇഷ്ടമുള്ളിടത്ത് പാർക്ക് ചെയ്യാം എന്നാണ് ഇവർ വിചാരിച്ചത്. അല്ല, നിയമം നമുക്ക് എന്ത് നിയമം നമ്മൾ തീരുമാനിക്കുമല്ലോ. നമ്മൾ നിയമം തീരുമാനിക്കും, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മൾ പാർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്തപ്പോൾ ഭരണം മാറി കഴിഞ്ഞപ്പോൾ നോക്കിയിരിക്കുക പോലീസുകാരടക്കം എല്ലാ വകുപ്പിലും യുവമാരുടെ കുഴപ്പമായി നിൽക്കുന്ന ആൾക്കാർ മൊത്തം യുവമാരെ അറിയാൻ വേണ്ടി നോക്കിയിരിക്കുന്ന സമയത്താണ് ഇയാൾ വരുന്നത്. ഇയാളോട് മാറ്റിയിടാൻ മതി, നോ പാർക്കിംഗ് പറ്റത്തില്ല, മാറ്റിടാം. അപ്പോൾ ഇവൻ കയറി ചൂടായി. ഇത് പിണറായി വിജയൻ വന്ന കാറാണ് പറഞ്ഞു കാണും, ഏതാവും വന്നാലും മാറ്റിയിടാൻ പറഞ്ഞു. അത് ഇവന് ഫീലിംഗ് ആയി കാണും. അവിടെ ഉടനെ ഇവൻ കൊണ്ട് പരാതി കൊടുക്കുന്നു, ഇവനെ മർദ്ദിച്ചു, ചീത്ത വിളിച്ചു, അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തായാലും DGPക്ക് പരാതി കൊടുക്കുന്നു. DGP അപ്പം പഴയ പിണറായി വിജയൻ്റെ DGP ആണല്ലോ. അപ്പോൾ അദ്ദേഹം അന്വേഷിക്കാൻ റെയിൽവേ SP-ക്ക് നിർദ്ദേശം കൊടുക്കും. റെയിൽവേ SP അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്താ, ഇത് ശുദ്ധ കള്ളപ്പരാതിയാണ്. ഇവർ തമ്മിൽ വാക്കേറ്റം അല്ലാതെ അവിടെ ഉന്തും തള്ളും പോലും ഉണ്ടായിട്ടില്ല. 2 കൂട്ടരും അങ്ങോട്ട് എന്താണ് കാര്യം, നോ പാർക്കിംഗ് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ VIP അല്ലേ, പ്രതിപക്ഷ നേതാവല്ലേ, അതൊക്കെ ഉണ്ട്. അത് പണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഒന്നും ആരും മൈൻഡ് ചെയ്തില്ല, എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു, മാറ്റാൻ പറഞ്ഞു. ഇത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച്, എന്നെ മർദ്ദിച്ചെന്നും പറഞ്ഞാണ് ഇയാളോട് പരാതി. ശരിക്കും പറഞ്ഞാൽ 2 പടപ്പിക്കണമായിരുന്നു എൻ്റെ അഭിപ്രായം. അടി കൊടുക്കണമായിരുന്നു. കാരണം അന്ന് ഈ വാർത്ത വന്ന താഴ്ന്ന കമന്റുകൾ മുഴുവൻ ഇവൻ അടി കൊടുക്കണമായിരുന്നു എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ പതിവ് പോലെ ചീറ്റ് ചെയ്യുക. കാരണം ഇവിടെ അല്ല CCTV ഉള്ളതല്ലേ. ഇവർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ ജോർജിന് എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും നിറയെ കണ്ടു. CCTV വേണ്ട, ചാനൽ ക്യാമറകൾ, അതുപോലെ തന്നെ സ്വകാര്യ ക്യാമറകൾ, പോലീസിന്റെ ക്യാമറകൾ പറ്റില്ലല്ലോ. പണ്ട് നമ്മുടെ പാവപ്പെട്ട ഡ്രൈവർ യദുവിനെ ചെയ്തതുപോലെ ക്യാമറയും മെമ്മറി കാർഡും വരെ അടിച്ചു മാറ്റിയല്ലോ. അതിന്റെ 2 പേരും പണി കിട്ടി, 2 പേരും വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ. ഏതോ ജോലിക്കാരനുമായി. ഇനി ഇവർ അതിലെവിടെ കാണാൻ വെറുതെ പോയാൽ പോലും ഏതോ പറയും മാറിക്കിടാൻ അങ്ങോട്ടെന്ന് പറയും. അത്രയുള്ള അവസ്ഥ. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇതെന്താ സംഭവിച്ചേ, ഈ പറയുന്ന ക്യാമറകളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കള്ളത്തരം പറഞ്ഞ്
ഈ പോലീസുകാരനെ ദ്രോഹിക്കാൻ ഇനി നോക്കി. കള്ളക്കേസ് കൊടുത്തതിന് ഇവന്റെ പേരിൽ വേറെ വല്ല കേസ് കൊടുക്കാൻ പറ്റും? അല്ല, ഞാനതാ പറഞ്ഞത്, കണ്ണൂരിൽ എത്രയും 100 കണക്കിന് ക്യാമറകളുടെ മധ്യത്തിൽ നിന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് ചാടിക്കയറി ചീറ്റപ്പുലിയെ പോലെ പിള്ളേരെ അടിക്കാൻ ചെല്ലുക ഇവര്. അതെ. എന്നിട്ട് ഇവർ പറഞ്ഞത് എന്താണ്? തിരിച്ച് അവരെ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ചു, വാർഫെയർ നടത്തി. ഇതേ രീതിയിൽ ഫ്രെയിം ചെയ്യാൻ വന്ന ഇവിടെ. പക്ഷെ എന്ത് സംഭവിച്ചു? ഭരണം മാറി, സർക്കാർ മാറി, അറിഞ്ഞില്ല, മറന്നുപോയി. പെട്ടെന്നാണോ അയ്യോ നമ്മളല്ലല്ലോ എന്നുള്ള ചിന്ത. നമ്മളല്ലല്ലോ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, നേരെ തിരിച്ച് സംഭവിക്കണത് LDF തന്നെയാണ് ഭരിച്ചിരുന്നെങ്കിൽ ഈ 2 പോലീസുകാരെ വീട്ടിലിരുന്നേ. ഇപ്പോഴും അല്ല, എൽഡിഎഫ് ഭരിച്ചിരുന്നെങ്കിൽ ഇവർ ചെയ്യത്തില്ലായിരുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള എല്ലാ കേസ് കൊടുത്തന്നെ. അല്ല, എൽഡിഎഫ് ഭരിച്ചിരുന്നെങ്കിൽ ഇവർ ചെയ്യത്തില്ലായിരുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ ഭരണകാലത്ത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളായിട്ട് 10 വർഷം നമ്മൾ കൂട്ടണ്ട, കഴിഞ്ഞ 5 വർഷമായിട്ട് ആയിരക്കണക്കിന് കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട്. സാധാരണക്കാർക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ, അതുപോലെ എതിർ യൂണിയനിൽപ്പെട്ടവർക്കെതിരെ, വഴിയെ പോയവർക്കെല്ലാം എതിരെ, ഇവരുടെ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ വരെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ നേതാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ പാർട്ടിക്കാർക്കെതിരെ അവരെ കേസ്. അതിനകത്ത് ഇനിയിപ്പോൾ വേറെ കോൺഗ്രസ്സുകാരനാണ് ഇവരെ ചീത്ത വിളിച്ചെന്ന് വിചാരിക്കണം, നേതാവിൻ്റെ സുഹൃത്താണെങ്കിൽ കോൺഗ്രസ്സുകാരന് അനുകൂലമായിട്ട് വരെ കേസ് വന്നു. അപ്പോൾ അത്തരം കള്ളക്കേസുകൾ എടുത്ത് കള്ളപ്രചരണങ്ങൾ നടത്തി, കള്ളം പറഞ്ഞ്, കള്ളത്തരങ്ങൾ കാണിച്ച് പഠിച്ച് വശമായ ഒരു പറ്റം കള്ളപ്പരീക്ഷകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കള്ളപ്പരീക്ഷകൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കേരളത്തിലെ ഭരണം മാറി. മാത്രമല്ല എനിക്ക് തോന്നുന്നത് പല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇടി വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും പലരും, വെളിയുണ്ടാകത്തായിരിക്കും മാനക്കേട്. പഴയ ഓർമ്മയിൽ ചെന്ന് ഞങ്ങൾ മാറ്റേറാന്ന കേസുകാരെടുത്ത് പോലീസ് സ്റ്റേഷൻ ചേർത്ത് പറഞ്ഞു നന്നായിട്ട് കൊടുത്തും. പക്ഷേ നമ്മൾ പെട്ടെന്ന് സഡൻ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഈ ഭരണത്തിന്റെ അവസാന നാളുകളിൽ കുട്ടി സഹാക്കന്മാർ വന്ന് വണ്ടി തുറന്ന് പിന്നെ ഡോർ തുറന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത് നമ്മൾ കണ്ടതാ അല്ലേ? എല്ലാം മരുന്നടിച്ചിട്ട് വരുന്നതാണല്ലോ, മരുന്നടിച്ചിട്ട് ഉള്ള പ്രധാനത്തിൽ നിന്ന് വരുന്നതാണ് അവർ. അപ്പോഴാണ് ചെഗു അവരുടെ ഉള്ളിൽ കഞ്ചൻ ചെഗു. അപ്പൊ ഈ കഞ്ചൻ ചെഗു, കാഞ്ചൻ ജംഗ എന്നൊക്കെ പറയുന്നത് കഞ്ചൻ ചെഗു. അപ്പൊ ഈ ചെഗുക്കളെല്ലാം ഒരു സൈഡിനോട്ട് ഇപ്പൊ ഒതുങ്ങിയിട്ടുണ്ട്. കാരണം അടിച്ചമർത്തും എന്ന് തന്നെ മനസ്സിലായി. ഇത്രയും നാളും ഇവർ കളിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ഈ പിണറായി വിജയന്റെ പോലീസിന്റെ ഒരു അനുകൂല തീരുമാനം. അവർക്ക് വിളിച്ചാൽ പോരെ, എന്നെ പിച്ചി, എന്നെ കണ്ണുറി കാണിച്ചു, എന്നെ നുള്ളി എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച വധശ്രമത്തിന്. അല്ല, ഇവരുടെ നേതാക്കന്മാർ ഇപ്പൊ ഏരിയ സെക്രട്ടറി വിളിച്ചു പറയാം, അവൻ നമുക്കെതിരെ വാർത്ത, അവര് കള്ളക്കേസ് എടുക്കുക, അപ്പോഴേ FIR ഇടുകയാണ്. എന്നാൽ ഇത് FIR ഇടുന്നതിന് മുമ്പ് ഇതിനകത്തൊരു മൊഴി, ആ മൊഴിയിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ? അതേസമയം നമ്മളൊരു ജെന്യുവിൻ കേസിന് ഒരു പരാതി കൊണ്ട് കൊടുത്തു നോക്ക്, ആ പരാതി ചവറ്റുകൊട്ടയിൽ കിടക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതല്ല, മാറ്റം വന്നു. അപ്പോൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇപ്പം പിണറായി വിജയൻ്റെ AKG സെൻറ്ററിലെ ഡ്രൈവർ, അതായത് മഹാരാജാവിൻ്റെ സാരഥിയൊക്കെ ഇപ്പോൾ വെറും പ്രജയായി മാറി. അതുകൊണ്ട് ഇനിയെങ്കിലും മേലാൽ കള്ളത്തരം കാണിക്കാതെ നേരെ ജീവിച്ചു പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, ഇതുപോലെ കള്ളപ്പരാതിയായിട്ട് പോയി ഇതുപോലെ നാണം കിടക്കും. മാത്രമല്ല എവിടെയെങ്കിലും കിടന്ന് ഇടി വാങ്ങിക്കാനുള്ള സാധ്യത നിലക്കളയാൻ പറ്റില്ല. കാരണം ഇവർ ദ്രോഹിച്ച ഒരുപാട് മനുഷ്യർ സമൂഹത്തിൽ. പോലീസുകാരെല്ലാം കട്ടക്കലിപ്പിലാണ്. അതായത് ഈ LDFകാരായിട്ടുള്ള CPMകാരായിട്ടുള്ള പോലീസുകാർ വരെ കട്ടക്കലിപ്പിലാണ്. കാരണം അവരെ വരെ ഇതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് ഈ പാർട്ടിക്കാരുടെ ഇടപെടലുകൾ. പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് നടന്നു വന്ന് കണ്ട 4 വഴിക്കും പോലീസ് നിർത്തിയിട്ടാണ്. അയാൾ നിക്കറേ ഉള്ളൂ, ബാക്കിയെല്ലാം ഊരിക്കൊണ്ടു ആളിൽ ഇടിച്ച് റൊട്ടിയാക്കി വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും മാത്രമേ ഉള്ളൂ നിക്കറിട്ട് തൊഴുതുകൊണ്ട് പോകണം ആളെ നോക്കിക്കൊണ്ട് ഇനി അടിക്കല്ലേ എന്ന്. അവിടുത്തെ MLA MP കണ്ടായിരുന്ന ആളാണ്. നാട്ടുകാർ നന്നായിട്ട് എടുത്തിട്ട് പെരുമാറുന്നുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്, മുൻ മുഖ്യമന്ത്രിയാണ്. അത് മതി, അത്രയേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നുള്ളത് ഇനി AK സെൻ്ററിലെ ജീവനക്കാരും ഡ്രൈവർമാരും ഒക്കെ ചിന്തിക്കുക.